ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് 2, ഇതാണ് ആ പോസ്റ്റിൻ്റെ പേര്. ഈ വരാൻ പോകുന്ന 16 ഡിസംബർ 2024 നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ എക്സാമുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ ഉള്ളവരെല്ലാം നിർബന്ധമായിട്ട് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് എക്സാമിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ലാസ്റ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് 2020 കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 378/2020 ആണ്. അന്ന് ഈ എക്സാമിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ SSLC വേണം, രണ്ടാമത്തെ ക്വാളിഫിക്കേഷനായിട്ട് ഇതിലേതെങ്കിലും 3 വേണ്ടിയത്. ഒന്നെന്ന് പറയുന്നത് ഓക്സിലറി നേഴ്സ് മിഡ്വൈഫ് സർട്ടിഫിക്കറ്റ്, 18 മന്ത്സ് ഡ്യൂറേഷനുള്ള കോഴ്സ് ആയിരിക്കണം. അത് കേരള നേഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിലിൻ്റെ ഇഷ്യൂവിൽ ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്ത അതില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വേറെ ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ പറ്റുന്നത് ഓക്സിലറി നേഴ്സ് മിഡ്വൈഫറി സർട്ടിഫിക്കറ്റ് ഓർ ഓക്സിലറി നേഴ്സ് മിഡ്വൈഫറി സർട്ടിഫിക്കറ്റ് റിവൈസ്ഡ് കോഴ്സ് ഇഷ്യൂഡ് ബൈ ആൻ അതോറിറ്റി റെക്കഗ്നൈസ്ഡ് ബൈ ദ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ. ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ ഈ ഒരു സർട്ടിഫിക്കറ്റാണ് പിന്നെ പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അതും ഇല്ലെങ്കിൽ പിന്നെ ഉപയോഗിക്കാവുന്നത് ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ കേരള നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ. ഇതാണ് മൂന്നാമത്തെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ വിത്ത് കേരള നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കെല്ലാം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് തന്നെ ആയിരിക്കും ഈ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന സാധ്യതയുള്ളത്. ഇനി ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എക്സാമിൽ നടന്നപ്പോൾ ഉള്ള സ്കെയിൽ ഓഫ് പേ ആണ് കാണിച്ചിരിക്കുന്നത്. 22,200 to 48,000 ആണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. 18 to 41 ആണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് എക്സാം നടന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ലിസ്റ്റിൻ്റെ എഫക്റ്റ് ചെയ്ത് ഡേറ്റ് ഓഫ് എഫക്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നത് 9/1/2023 ഏകദേശം 1.5 വർഷം മുമ്പാണ് ഇത് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 67.33 ആയിരുന്നു ഇതിൻ്റെ കട്ട് ഓഫ് ആയിട്ട് മാർക്ക് വന്നിരുന്നത്. ഇതുവരെ ടോട്ടൽ അഡ്വൈസ് നടന്നിട്ടുള്ളത് 23 പേർക്കാണ് അഡ്വൈസ് നടന്നിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിൽ ഏകദേശം 96 ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വേക്കൻസി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനിയുള്ള എക്സാമിനും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ലാസ്റ്റ് ഇതിൽ അഡ്വൈസ് കൊടുത്ത സമയം അഡ്വൈസിൽ നിങ്ങൾക്ക് കേരള PSCയുടെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സ്ക്രീനാണിത്. ഇതിൽ നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് വന്ന ഡേറ്റ് നമുക്ക് അറിയാൻ പറ്റും. 5/9/2024 സെപ്റ്റംബർ 2024 ലാസ്റ്റ് അഡ്വൈസ് നടന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഓരോ കാറ്റഗറി റിസർവേഷൻ ബേസ് ആയിട്ടുള്ള ഓരോ കാറ്റഗറി ആൾക്കാരുടെ പൊസിഷനൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൂടെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ക്വാളിഫിക്കേഷൻ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും നിങ്ങളുടെ പ്രൊഫൈൽ ഡിസംബർ 2024 നോട്ടിഫിക്കേഷൻ വരും, അതിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറയാനും അതുപോലെ സിലബസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നമ്മളൊരു ഫ്രീ വെബിനാർ നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും നമ്മൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ഫോം കൊടുത്തിട്ടുണ്ടാവും. ആ ഫോമിൽ കയറി ഫിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.